വനനീലിമയുടെ നിഗൂഢ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന പാവന വീഥികളാണ് ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്താവിന്റെ തിരുസന്നിധി തേടിയെത്തുന്ന ഏതൊരു ഭക്തനെയും സ്വാഗതം ചെയ്യുന്നത്. പ്രകൃതി ദേവിയുടെ അനുഗ്രഹവർഷം കണ്ട് തീർത്ഥാടകന്റെ ഹൃദയം നിർമ്മലമായ നിതാന്ത സൗന്ദര്യത്തിന്റെ നിത്യതയിൽ വിലയം പ്രാപിക്കുകയാണ്. തീർത്ഥാടകനായി എത്തുന്ന ഏതൊരു ഭക്തനും ഇതിനടുത്തുള്ള സ്വപ്നസദൃശ്യമായ പ്രകൃതിയുടെ മടിത്തട്ടിൽ അല്പം വിശ്രമിക്കാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇതാണ് പ്രസിദ്ധമായ പാലരുവി വെള്ളച്ചാട്ടം. പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലപ്രവാഹം ഒരു നിമിഷം നിന്ന് ഏതാണ്ട് 300 അടി താഴ്ചയിലേക്ക് എടുത്തു ചാടുന്ന കാഴ്ച അവിസ്മരണീയമാണ്. ഈ വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം ആവോളം നുകർന്ന് ആ ജലധാരയുടെ പുണ്യം മനസ്സിലും ശരീരത്തിലും നിറച്ച് സാഷ്ടാംഗ സ്നാനം നടത്തി നാം ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്താവിന്റെ സന്നിധി തേടി യാത്ര തുടരുകയാണ്. കലിയുഗത്തിൽ ധർമ്മത്തിന്റെ സംസ്ഥാപകനായിട്ടാണ് ശ്രീ ധർമ്മശാസ്താവ് വിളങ്ങുന്നത്. പുരാണങ്ങളിൽ കലിയുഗത്തിന്റെ ദോഷങ്ങളെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ലൗകിക വിഷയങ്ങളിൽ ആസക്തനായ മനുഷ്യൻ ധർമ്മം കൈവിടിഞ്ഞ് സ്വാർത്ഥരും സദാചാരരഹിതരുമായി തീരുമെന്നും പുരാണങ്ങൾ മുന്നറിയിപ്പ് തരുന്നു. ഈ ധർമ്മച്യുതിക്ക് ഏക പരിഹാരമാർഗം താരകബ്രഹ്മസ്വരൂപനായ ധർമ്മശാസ്താവിനെ വ്രതനിഷ്ഠയോടുകൂടി ഭജിക്കുക എന്നത് മാത്രമാണ്. കാരുണ്യമൂർത്തിയായ ധർമ്മശാസ്താവ് കലിയുഗ വരദനായതും ഈ വിധിയനുസരിച്ചാണ്. റോഡ് നിരപ്പിൽ നിന്ന് ഏതാണ്ട് 35 അടി താഴ്ചയിലാണ് ആര്യങ്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാനനത്തിൽ കൂട്ടമായി ശരണമേറ്റു പാടുമ്പോൾ കാലിനല്ല നൊമ്പരം, കരളിലല്ലോ ഉന്മേഷം, കരളിലല്ലോ ഉന്മേഷം. ശബരിഗിരിധനാധിപനേ അഭയവരദനയ്യപ്പ, ശബരിഗിരിധ. മലയാളികൾ എന്ന പോലെ തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഭക്തജനങ്ങളും ഇവിടെ നിത്യസന്ദർശകരായി എത്തിച്ചേർന്ന് ധർമ്മശാസ്താവിന്റെ തിരുസന്നിധിയിൽ കലിദോഷങ്ങൾ അകറ്റാൻ പ്രാർത്ഥന നടത്തിവരുന്നു. തികച്ചും പൗരാണികമായ ഒരു ക്ഷേത്ര സംസ്കാരത്തിന്റെ നീക്കിയിരുപ്പുകൾ ഇപ്പോഴും നമുക്ക് ആര്യങ്കാവിലെ ക്ഷേത്രസന്നിധിയിൽ ദർശിക്കാവുന്നതാണ്. പഴയ രാജവാഴ്ചയുടെ പ്രതാപൈശ്വര്യങ്ങൾ വെന്നിക്കൊടി പാറിയ ചരിത്രത്തിന്റെ ശിലാലിഖിതങ്ങൾ ഈ ക്ഷേത്ര സമുച്ചയത്തിൽ നിന്നും വായിച്ചെടുക്കാം. ദേശവും ഭാഷയും അതിർവരമ്പുകൾ അല്ലാതാവുകയും വിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും താമരനൂലുകൊണ്ട് കോർത്തിണക്കിയ നാട്ടുരാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെയും സ്നേഹത്തിന്റെ കഥയും ആര്യങ്കാവ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളിൽ കാണാം. ഭക്തിയുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ സമൂഹത്തെ ഒന്നാക്കി മാറ്റാൻ പോന്ന മഹത്തായൊരു സംസ്കാരത്തിന്റെ ഗരിമ വിളിച്ചോതുകയാണ് പാവനമായ ഈ ക്ഷേത്രസന്നിധി. സൗരാഷ്ട്രയിൽ നിന്നും തമിഴ്നാട്ടിൽ കുടിയേറിപ്പാർത്ത ബ്രാഹ്മണർ തിരുവിതാംകൂർ രാജാവിനെ പട്ടുവസ്ത്രങ്ങൾ വിൽക്കാൻ കൊണ്ടുവന്നിരുന്നതും ഈ വഴിയായിരുന്നു. ഒരു ദിവസം സൗരാഷ്ട്ര ബ്രാഹ്മണനായ കച്ചവടക്കാരൻ പുഷ്കല എന്നു പേരായ കന്യകയായ തന്റെ മകളെയും കൂട്ടി പട്ടുവസ്ത്രങ്ങൾ വിൽക്കാൻ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലേക്ക് യാത്രയായി. യാത്രാമധ്യേ ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്താ സന്നിധിയിൽ അവർ രാത്രി കഴിച്ചുകൂട്ടി. പിറ്റേന്ന് രാവിലെ തന്റെ മകളെ ക്ഷേത്രത്തിലെ പൂജാരിയെ സംരക്ഷിക്കുവാൻ ഏൽപ്പിച്ച് കച്ചവടക്കാരൻ തിരുവിതാംകൂർ രാജധാനിയിലേക്ക് യാത്രയായി. യാത്രയിൽ മാമ്പഴത്തറ എന്ന സ്ഥലത്ത് വെച്ച് മതമിളകിയ ഒരു കൊമ്പനാന കച്ചവടക്കാരനെതിരെ ആക്രമിക്കാനെത്തി. ഭയം കൊണ്ട് പരവശനായ കച്ചവടക്കാരൻ സർവവും മറന്ന് അയ്യപ്പ സ്വാമി രക്ഷിക്കണേ എന്ന് വിലപിച്ചു. ഉടൻ തന്നെ വേട്ടക്കാരന്റെ രൂപത്തിൽ ഒരു യുവാവ് അവിടെ പ്രത്യക്ഷപ്പെടുകയും ആനയെ വിരട്ടി ഓടിക്കുകയും ചെയ്തു. തന്റെ ജീവൻ രക്ഷിക്കാനെത്തിയ യുവാവിൽ താല്പര്യം തോന്നിയ കച്ചവടക്കാരൻ കൈവശമുള്ള ഭാണ്ഡത്തിൽ നിന്ന് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു നീലപ്പട്ട് അദ്ദേഹത്തിന് സമ്മാനിച്ചു. പട്ടുവാങ്ങി കഴുത്തിലണിഞ്ഞ് എങ്ങനെ ഇരിക്കുന്നു എന്ന് യുവാവ് ചോദിച്ചപ്പോൾ മണവാളനെ പോലെ ഇരിക്കുന്നു എന്ന്
കച്ചവടക്കാരനും മറുപടി നൽകി. ഇത് കേട്ട് യുവാവ് ചോദിച്ചു, എങ്കിൽ അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരാമോ? കച്ചവടക്കാരൻ മറുപടിയായി, നീ എൻ്റെ ജീവൻ രക്ഷിച്ചു. തീർച്ചയായും നിനക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്തു തരാം. എങ്കിൽ ആര്യങ്കാവ് ക്ഷേത്രസന്നിധിയിൽ കാണാം എന്ന് പറഞ്ഞു യുവാവ് അപ്രത്യക്ഷനായി. ഈ സമയം ആര്യങ്കാവിലെ പൂജാരിക്ക് സ്വപ്നത്തിൽ അയ്യപ്പ ദർശനമുണ്ടായി. ദേവൻ ഇങ്ങനെ അരുളി ചെയ്തു. ഏതാനും സമയത്തിന് ശേഷം സൗരാഷ്ട്ര കച്ചവടക്കാരൻ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അങ്ങയുടെ കയ്യിലേൽപ്പിച്ച പുഷ്കലാദേവിയെ ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നു. അവളിപ്പോൾ എൻ്റെ ഭാര്യയാണ്. എല്ലാ വർഷവും ഇതേ ദിവസം സൗരാഷ്ട്ര കച്ചവടക്കാരെയും കുടുംബങ്ങളെയും ക്ഷണിച്ചു വരുത്തി വിവാഹ ആഘോഷങ്ങൾ നടത്തണമെന്നും പറഞ്ഞു. അന്നു മുതൽ ആര്യങ്കാവ് ശാസ്താവ് പുഷ്കല സമേതനായി അറിയപ്പെട്ടു. തോഴനമയ്യ വനയാത്രയ്ക്ക് നീ തുണ ചെയ്യ തോഴനമയ്യ വനയാത്രയ്ക്ക് നീ തുണ ചെയ്യ മരണം വൻപുലിക്കൂട്ടത്തെ മാറ്റിക്കൊണ്ടാവതു നൽകണമയ്യ. മരണം വൻപുലിക്കൂട്ടത്തെ മാറ്റിക്കൊണ്ടാവതു നൽകണമയ്യ. മല കയറാൻ മാലയിട്ടാൽ മനസ്സിനുള്ളിൽ ആഘോഷം. ആര്യതാതനായ ധർമ്മശാസ്താവിന്റെ നാമവുമായി ബന്ധമുള്ളതിനാലാണ് ആര്യങ്കാവ് എന്ന പേരുണ്ടായത്. കിഴക്കു ദർശനമായാണ് ശാസ്താവ് ഇവിടെ കുടികൊള്ളുന്നത്. ആര്യങ്കാവ് ക്ഷേത്രത്തിന് കിഴക്ക് കുറ്റാലം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കുറ്റാലം ശിവനെ നോക്കി ചിന്മുദ്രയോടുകൂടിയാണ് ഇവിടെ ശാസ്താവിന്റെ അധിവാസം. മതഗജത്തെ അടക്കി നിർത്തിയ ദേവനായതുകൊണ്ട് ആ ഭാവവും ഇവിടെയുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന താന്ത്രിക വിധികൾ പൂർണ്ണരൂപത്തിൽ ഇവിടെ നിറവേറ്റപ്പെടുന്നില്ല. അഷ്ടബന്ധമുറപ്പിച്ച പീഠപ്രതിഷ്ഠകൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നതാണ് പ്രത്യേകത. കാലങ്ങൾക്ക് മുമ്പേ മഹാക്ഷേത്രമായിരുന്നു ഇവിടമെന്ന് പഴമക്കാർ പറയുന്നു. പിന്നീട് തിരുവിതാംകൂർ രാജാവിന്റെ സഹായത്തോടുകൂടി നിർമ്മിച്ചതാണ് ഇന്നു കാണുന്ന ക്ഷേത്രസന്നിധി. പരിവാര പ്രതിഷ്ഠകളും കൊടിമരവും ഇവിടെയില്ല. ശീവേലിയും പൂജാവിധിയിലില്ല. വെട്ടിക്കവല കോക്കുളത്തു മഠത്തിനാണ് ഇവിടെ തന്ത്രത്തിന് അധികാരമുള്ളത്. നടയ്ക്ക് നേരെയല്ല ഇവിടുത്തെ വിഗ്രഹം കുടികൊള്ളുന്നത്. വലതു മൂലയിലേക്ക് അല്പം ചരിഞ്ഞിരിക്കുന്ന നിലയിലാണ്. 10ാമതേ ദിവസം സൂര്യരശ്മി പ്രതിഷ്ഠയ്ക്ക് നേരിൽ പതിക്കും. പരശുരാമ പ്രതിഷ്ഠയിൽ ഉച്ചയ്ക്ക് മാത്രമേ അഭിഷേകം നടത്താറുള്ളൂ. 10നും 55നും മധ്യേ പ്രായമുള്ള സ്ത്രീകൾക്ക് ശ്രീകോവിലിൽ പ്രവേശനം അനുവദിക്കാറില്ല എന്നതും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ഉച്ചപൂജയ്ക്ക് ഇവിടെ മാത്രം കാണുന്ന ഒരാചാരമാണ് തേവാരപ്പാട്ട്. ആര്യങ്കാവ് ശാസ്താവിന്റെ കീർത്തികളാണ് തേവാരപ്പാട്ട്. பார்த்தால் நமக்கு பயமேதுமில்லை பயந்து பயந்து ஆற்றாமற் சொல்லி அவயமீட்டேறி வரும் துரகமதில் காத்த தேவனும் கடிய குஞ்சேறிய காவலனி வாழையும் தெங்கும் வரிக்கு பிலாவுடன் மாங்கனியும் சோலையும் சொறி வண்டலாவும் குழத்தோரை பதியில் சென்றார். ശാസ്താവിന്റെ വിവാഹാഘോഷ ചടങ്ങുകളാണ് തൃക്കല്യാണ മഹോത്സവത്തിൽ നടക്കുന്നത്. ധനു 3 മുതൽ 12 വരെയാണ് ഉത്സവം. ആര്യങ്കാവ് ശാസ്താവിന്റെ സമീപത്തിരിക്കുന്നത് മാമ്പഴത്തറ ഭഗവതിയാണ് എന്നതാണ് മറ്റൊരു വിശ്വാസം. തൃക്കല്യാണ ചടങ്ങുകൾ ആരംഭിക്കുന്നത് വൃശ്ചികം 1 തുടങ്ങി 39ാമത്തെ ദിവസമാണ്. അതിനു മുമ്പ് തന്നെ സൗരാഷ്ട്രയിൽ നിന്നും വധുവിന്റെ ആളുകളും വരന്റെ ആളുകളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതരും സന്നിഹിതരാകും. തികച്ചും ഒരു കല്യാണത്തിന് വേണ്ടതായ ചടങ്ങുകളൊക്കെ ഇവിടെ നടത്തും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വൃശ്ചികം തുടങ്ങി 39ാമത്തെ ദിവസം മാമ്പഴത്തറയിൽ നിന്നും പെണ്ണിനെ സ്വീകരിച്ചു കൊണ്ടുവരുന്നു. ആര്യങ്കാവ് ദേവസ്ഥാനം സൗരാഷ്ട്ര മഹാജന സംഘം എന്ന സംഘടനയിൽപ്പെട്ടവരാണ് വധുവിൻ്റെ വീട്ടുകാരായി ഇവിടെ എത്തിച്ചേരുന്നത്. വധുവിനെ സ്വീകരിച്ചു കൊണ്ടുവന്നതിന് ശേഷം മണ്ഡപത്തിൽ വെച്ച്
പാണ്ഡ്യൻ മുടിപ്പ് എന്ന ചടങ്ങ് നടക്കും. ദേവന്റെയും ദേവിയുടെയും വിവാഹ നിശ്ചയമാണ് പാണ്ഡ്യൻ മുടിപ്പ്. വിവാഹ നിശ്ചയത്തിൽ വരന്റെ വീട്ടുകാർ വധുവിന് പണം നൽകുന്ന ചടങ്ങാണ് ഇത്. തിരിച്ച് വധുവിൻ്റെ വീട്ടുകാർ വരനും പണം നൽകും. വളരെ ആഘോഷപൂർവ്വമാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഈ ചടങ്ങുകൾക്ക് ശേഷം കല്യാണപ്പെണ്ണ് കതിർമണ്ഡപത്തിലെത്തും. കല്യാണം നടക്കാൻ ഏതാനും നിമിഷം ബാക്കി നിർത്തിയ പെൺകുട്ടി ഋതുമതിയാവുകയും വിവാഹം മുടങ്ങുകയും ചെയ്യും. പെൺകുട്ടി ഋതുമതിയായതിൻ്റെ തെളിവായി പൂജാരി ചുവന്ന പട്ടെടുത്ത് വിവാഹത്തിൽ സന്നിഹിതരായവരെ കാണിക്കുകയും ചെയ്യുന്നു. അടുത്ത വർഷം വീണ്ടും ഇതേ സമയം വിവാഹം നടത്താം എന്ന വ്യവസ്ഥയിൽ വധൂവരന്മാരുടെ വീട്ടുകാർ തിരിയുകയായി. ഓരോ വർഷവും ഈ ചടങ്ങ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. തൃക്കല്യാണ ദിവസം ഇവിടെ നിന്നും പ്രസാദമായി മഞ്ഞൾ ചരട് മാല അഥവാ മംഗല്യമാല ലഭിക്കും. ഇത് ധരിച്ചു കഴിഞ്ഞാൽ യുവതികളുടെ വിവാഹം പെട്ടെന്ന് നടക്കും എന്നാണ് ഐതിഹ്യം. ആര്യങ്കാവിൽ ഉത്സവമായ തൃക്കല്യാണ ചടങ്ങുകളിൽ 8 ദിവസം ദേവൻ ഓരോ വാഹനങ്ങളിലായി ക്ഷേത്രത്തിനെ വലം വയ്ക്കും. ഇതിനായി വ്യത്യസ്ത തരം വാഹനങ്ങൾ ഇവിടെ അലങ്കരിച്ചു വയ്ക്കും. എല്ലാ വാഹനങ്ങളും മൃഗജീവികളുടെ സങ്കല്പത്തിലുള്ളതാണ്. തൃക്കല്യാണത്തോടനുബന്ധിച്ചാണ് ദേവൻ വാഹനങ്ങളിൽ എഴുന്നള്ളത്ത് നടത്തുന്നത്. ഈ വാഹനങ്ങളുടെ നിർമ്മാണവും ചടങ്ങുകളും തമിഴ് ആചാരമനുസരിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കാളവാഹനത്തിൽ ദേവനും പൂങ്കോയിൽ വാഹനത്തിൽ ദേവിയും എഴുന്നള്ളിയാണ് വിവാഹമണ്ഡപത്തിലേക്ക് വധൂവരന്മാർ പ്രവേശിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പടികൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഉപദേവന്മാരായി നാഗപ്രതിഷ്ഠയും തൊട്ടടുത്ത് കറുപ്പസ്വാമിയും കറുപ്പായിയമ്മയും ദർശനം നേടുന്നു. അയ്യപ്പസ്വാമിയുടെ അനുചരനാണ് കറുപ്പസ്വാമി. ഗോപുരം കടന്ന് മുന്നോട്ട് നടക്കുമ്പോൾ തൃക്കല്യാണ മണ്ഡപത്തിന് സമീപത്തായി വനദേവതകളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന് കിഴക്കുവശത്ത് വിളക്കുകല്ലിന് സമീപത്തായി ഗണപതി പ്രതിഷ്ഠ കാണാം. ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് ഇണ്ടിളയപ്പൻ കുടികൊള്ളുന്നു.